കൊച്ചുണ്ണി ജനിച്ചത് ഒരു പാവപ്പെട്ട മുസ്ലിം കുടുംബത്തില്. കൊച്ചുണ്ണിയുടെ അച്ഛൻ മോഷ്ടാവായിരുന്നു. അയാൾ ഒരു ദിവസം മോഷ്ടിക്കാൻ പോയില്ലാച്ചാലോ കുടുംബം പട്ടിണിയായത് തന്നെ. കൊല്ലങ്ങൾ കടന്നുപോയി. കൊച്ചുണ്ണിക്ക് ഏകദേശം 9-10 വയസ്സായി. ദാരിദ്ര്യവും വിശപ്പും സഹിക്കാൻ വയ്യാണ്ടായപ്പോ ഒരു ദിവസം അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു. ഒരു വീട്ടിൽ ചെന്ന് കയറി. അത് ഒരു പരദേശി ബ്രാഹ്മണന്റെ മഠായിരുന്നു. ഈ കൊച്ചു പയ്യൻ വരണ കണ്ടപ്പോ അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ചോദിച്ചു. അപ്പൊ ഇവൻ ഗദ്ഗതത്തോടെ പറയാണ്, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, എനിക്ക് വിശന്നിട്ട് വയ്യാന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ അവന് കരച്ചിൽ വരാൻ തുടങ്ങി. അപ്പൊ ഈ ബ്രാഹ്മണൻ ഒരു ദയാലുവായിരുന്നു. അദ്ദേഹം വേഗം അകത്ത് ചെന്ന് വാർത്ത കഞ്ഞി ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് വറ്റൂട്ട് പുറത്തു കൊണ്ടുവന്ന് അവന് കൊടുത്തു. അവൻ അത് മടമടാന്ന് അങ്ങോട്ട് കുടിച്ചു. അവന്റെ വിശപ്പൊക്കെ മാറി അവനൊരു ആശ്വാസമായപ്പോ ബ്രാഹ്മണൻ ചോദിച്ചു അവനോട്, നിനക്ക് ആഹാരത്തിനുള്ള വക കിട്ടിയാല് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാമോ എന്ന് ചോദിച്ചു. ഇവനത് കേട്ടപ്പോ സന്തോഷായി. ഓ ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ ഇവനെയും കൂട്ടിക്കൊണ്ട് ഒരു പലചരക്ക് കടയുണ്ട്, അവിടേക്കാണ് ഇവനെ കൊണ്ടുപോയത്. മുതലാളിയോട് ബ്രാഹ്മണൻ പറഞ്ഞു, ദാ എൻ്റെ ഒപ്പം വന്നിരിക്കണ ഈ കുട്ടിയെ കണ്ടോളൂ, അവൻ അന്നന്നത്തേക്ക് ആഹാരം കൊടുത്താൽ അവൻ നമ്മൾ പറയണ ജോലിയൊക്കെ ചെയ്തോളാം എന്നാണ് പറയണത്, ഈ കടയിൽ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ മുതലാളിക്ക് ഇവനെ കണ്ടപ്പോൾ ഓമനത്തം തോന്നി. അപ്പൊ മുതലാളി പറഞ്ഞു, ആവട്ടെ, അവൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. സാധനങ്ങളൊക്കെ എടുത്ത് പൊതിഞ്ഞു കൊടുക്കുക, കട വൃത്തിയാക്കുക, ഇത്രയൊക്കെ ജോലികളുള്ളൂ. അന്നന്ന് കഴിക്കാനുള്ള ആഹാരം ഈ മുതലാളി അവന് കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലിയിൽ ഒരു ചെറിയ പ്രൊമോഷൻ, അതായത് സാധനങ്ങൾ വരണതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കുക, അളന്ന് തൂക്കിയെടുക്കുക സാധനങ്ങൾ, ഇങ്ങനത്തെ ജോലികളൊക്കെയായി. അപ്പോൾ ഒരു കാര്യം ഈ മുതലാളി ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, ഇവൻ എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയും വൃത്തിയും ഒക്കെ ഉണ്ട്. മുതലാളിക്ക് നല്ല സ്നേഹവും വിശ്വാസവും ഒക്കെയായി. അങ്ങനെ 2-3 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ മുതലാളി സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. വഞ്ചിയിലാണ് യാത്ര. ഒരു പ്രാവശ്യം കൊച്ചുണ്ണിക്ക് ഏകദേശം 15-16 വയസ്സായപ്പോൾ കൊച്ചുണ്ണിയും കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആലപ്പുഴ വരെ ചെന്നു. അവിടുത്തെ കമ്പോളത്തിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി വഞ്ചിയിൽ അങ്ങോട്ട് കയറ്റി മടക്കയാത്ര. അപ്പോൾ മുതലാളി ഉണ്ട്, കൊച്ചുണ്ണി ഉണ്ട്, ഈ തോണിക്കാരനുണ്ട്. അങ്ങനെ ഒരു പാതി ദൂരം പിന്നിട്ടപ്പോൾ നല്ലൊരു കാറ്റും കോളും ഒക്കെ തുടങ്ങി, മഴയും പെയ്യാൻ തുടങ്ങി, വഞ്ചി ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. അപ്പോൾ വഞ്ചിക്കാരന് പേടിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി വഞ്ചി ഇങ്ങനെ ആടി ഉലഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്നെക്കൊണ്ട് സാധിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചുണ്ണി പറഞ്ഞു, വെറുതെ വിഷമിക്കാതെ, നമുക്ക് പടച്ചവനുണ്ടല്ലോ, നമുക്ക് നോക്കാം, ഒരാപത്തും ഇല്ലാതെ ഞാൻ വഞ്ചി കരക്കടുപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഊന്നുകോല് വഞ്ചിക്കാരനോട് വാങ്ങി ഊന്നാൻ തുടങ്ങി. അവൻ ആ വഞ്ചി ഊന്നണം കണ്ടാ തോന്നും നല്ല പരിചയസമ്പന്നനാണെന്ന്. എന്താ കാര്യം, ജന്മസിദ്ധമായിട്ടുള്ള ആ ഒരു കഴിവാണ് അതൊക്കെ. അങ്ങനെ അവൻ അത് ഊന്നി ഏവൂര് വരെ കൊണ്ട് കരക്കടുപ്പിച്ചു. അതോടുകൂടി മുതലാളിക്ക് അവനെ വളരെ വിശ്വാസമായി.